നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. കൗമാരക്കാരന് പരിക്ക്. ബാലിമണിൽ വെടിവയ്പ് സംഭവത്തിൽ കൗമാരക്കാരനായ കുട്ടിക്ക് പരിക്കേറ്റു. പിടിച്ചെടുത്തത് 19,000-ത്തിലധികം വാഹനങ്ങൾ. ഇൻഷുറൻസ് ഇല്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം പോലീസ് പിടിച്ചെടുത്തത് 19,673 വാഹനങ്ങൾ. ഐറിഷ് മോട്ടോർ ഇൻഷുറൻസ് ഡാറ്റാബേസിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കഴിഞ്ഞ 2 വർഷത്തിനിടെ അയർലൻഡിലേക്കുള്ള വിസ നിഷേധിക്കപ്പെട്ടത് 63,000 പേർക്ക്. നീതി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. നായ്ക്കളുടെ ആക്രമണത്തിൽ ആടുകളെ നഷ്ടമാകുന്നവർക്ക് സർക്കാർ കൂടുതൽ പിന്തുണ നൽകണമെന്ന് ആവശ്യം. മൊണാഗൻ കൌണ്ടിയിലെ കർഷക കുടുംബമാണ് ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയത്. വടക്കൻ അയർലൻഡിൽ ഈ വാരം അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് മെറ്റ് ഓഫീസ്. മഴയും മഞ്ഞുവീഴ്ചയും ഈ വാരം ഒരുപോലെ അനുഭവപ്പെടും. വേനൽ അവധിക്കാലത്ത് പ്രധാന അവധിക്കാല ഹോട്ട്സ്പോട്ട് റൂട്ടുകളിലേക്കുള്ള സർവീസ് നിർത്തലാക്കി റയാനെയർ. ഡബ്ലിൻ, പലങ്ക, ബെൽഫാസ്റ്റ്, കൌനാസ് സർവീസുകളാണ് അവസാനിപ്പിക്കുന്നത്. കോർക്ക് സിറ്റിയിലെ വീട്ടിൽ തീപിടുത്തം. സ്ത്രീയെയും 2 ആൺകുട്ടികളെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയ പദ്ധതികൾ ഉടൻ. അയർലൻഡിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പുതിയ പദ്ധതികൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഹെലൻ മക്കൻഡി. റഷ്യ എല്ലാ രാജ്യങ്ങൾക്കും അപകടകാരിയാണെന്നും മക്കൻഡി പറഞ്ഞു. എണ്ണം കുറഞ്ഞു. ഈ വർഷം സെന്റ് ബ്രിജിറ്റ്സ് ബാങ്ക് വാരാന്ത്യ അവധിക്കാലത്ത് അയർലൻഡിലെ ആശുപത്രികളിൽ ട്രോളികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണത്തിൽ കുറവ്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ട്രോളികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 25% കുറവാണ്. ലിമറിക്കിൽ കഞ്ചാവ് വേട്ട. കൌണ്ടി ലിമറിക്കിൽ €1,00,000 വിലയുള്ള കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 50 വയസ്സുള്ള പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സൈനികരെ തടവിലാക്കി. പാക് സൈനികരെ തടവിലാക്കി ബലോച്ച് ലിബറേഷൻ ആർമി. BLA അംഗങ്ങളെ കൈമാറിയില്ലെങ്കിൽ പാക് സൈനികരെ വധിക്കുമെന്നും മുന്നറിയിപ്പ്. ഇറാനിൽ ആഴ്ചകളോളം നീളുന്ന സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുക. അസം കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ പൂബൻ ബോറ പാർട്ടി വിട്ടു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് അദ്ദേഹത്തിന്റെ രാജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കായി ചിലവ് ₹762 കോടി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് വെളിപ്പെടുത്തിയത്. പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു. 15 ബൈക്കുകളും 1 ഓട്ടോയുമാണ് കത്തിയത്. നിലപാടിൽ മാറ്റമില്ല. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച NSSന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ജി സുകുമാരൻ നായർ. ആചാര സംരക്ഷണത്തിനായി സർക്കാർ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനെ തകർത്ത ഇന്ത്യ. T20 ലോകകപ്പിൽ ഇന്ത്യയോട് ദയനീയ തോൽവി ഏറ്റുവാങ്ങി പാകിസ്ഥാൻ. 61 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. അഫ്ഗാൻ ജയം. T20 ലോകകപ്പിൽ ആദ്യ വിജയവുമായി അഫ്ഗാൻ UAEയെ 5 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ഈ വാരവും മഴ. ഈ വാരവും അയർലൻഡിൽ മഴ ലഭിക്കുമെന്ന് മെറ്റ് എയറാൻ. ഈ വാരം തണുപ്പും വർദ്ധിക്കും. വേനൽ ചൂട് കനക്കുന്നു. കേരളത്തിൽ ചൂട് കനക്കുന്നു. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.